ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനും മിത്രയും ദേവമംഗലത്ത് എത്തുവാണല്ലോ. അവരവരുടെ ബെഡ്റൂമിലേക്ക് കയറി നിൽക്കുമ്പോൾ ആ മിത്രയാണെങ്കിൽ ആര്യനോട് പറയുന്നുണ്ട് കേട്ടോ, ആര്യ ഇപ്പം എനിക്ക് നല്ല മനസ്സമാധാനമുണ്ട്. അവിടെ നിന്ന് ബൂട്ടി ഇറങ്ങുമ്പോഴത്തേക്കും എനിക്ക് വല്ലാത്തൊരു വിങ്ങലായിരുന്നു മനസ്സിൽ. നമ്മൾ അവിടെ നിന്ന് ഇത്രയും ദിവസം ഒരുമിച്ച് ജീവിച്ചതല്ലേ, പക്ഷേ ഇവിടെ അങ്ങനെയൊക്കെ വിങ്ങലുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമ്മളെ കെയർ ചെയ്യാൻ ഒത്തിരി ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ. ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ എനിക്ക് ഇവിടുന്ന് കിട്ടിത്തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ ആര്യം പറയുന്നുണ്ട്, പക്ഷേ എനിക്കത് അങ്ങോട്ട് തൃപ്തിയായില്ല മിത്രയെന്ന് പറയാം. എന്താ ആര്യം അങ്ങനെ പറയണേ? ഞാനിവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു ശപഥം ചെയ്തിട്ടാണ് ഇറങ്ങിയത്, നിനക്കറിയാലോ എന്താന്ന്? ആ സ്വർണം അത് തിരിച്ചു കൊടുത്തിട്ടേ ഞാൻ ഈ വീട്ടിനകത്ത് കയറുള്ളൂ എന്ന്. പക്ഷേ അതെനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടെന്ന് പറയുമ്പോൾ മിത്ര പറയാം, അതാണോ ആര്യൻ്റെ വിഷമം? അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം അതല്ലേ എല്ലാത്തിലും വലുത്. പിന്നെ സ്വർണത്തിൻ്റെ കാര്യം എന്തിനാ ആരും ടെൻഷനാവണേ? അതിനുവേണ്ടി ഞാനാണ് ഏറ്റവും കൂടുതൽ ടെൻഷനാവേണ്ടത്. ഞാനല്ലേ തിരിച്ചു കൊടുക്കേണ്ട, എൻ്റെ അല്ലേ ഉത്തരവാദിത്തം എന്ന് പറയാം. അവർ തമ്മിൽ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഏട്ടന്മാരെല്ലാവരും കൂടെ കയറി വരുന്ന കേട്ടോ. അപ്പോൾ തന്നെ ഉടനെ ധർമ്മൻ്റെ വക ഒരു ഉപദേശവും കൊടുക്കുന്നുണ്ട് ആര്യന്. ആര്യ, നീ ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടും മര്യാദയ്ക്കൊക്കെ പോകണം. പിന്നെ അളിയൻ്റെ സ്വഭാവം അറിയാമല്ലോ, പ്രായം കൂടി വരും തോറും ദേഷ്യവും ഓരോ കുട്ടികളുടെ സ്വഭാവവും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എല്ലാവരോടും പെരുമാറിയും കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊന്നും കണ്ട് ദേവി നീ ഇനി എടുത്ത് ചാട്ടം കാണിക്കരുത് എന്ന് പറയട്ടോ. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, അതൊന്നും വിചാരിച്ച് നിങ്ങൾ ഇനി ടെൻഷൻ ആവണ്ട. ഞാൻ എന്തായാലും അച്ഛനോട് ഇനി വഴക്കൂടാനോ ഒന്നിനും പോവാറില്ല, ഞാനതെല്ലാം ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ധർമ്മം പറയുന്നു, എടാ നീയാണെങ്കിൽ ഇവിടുന്ന് പോയപ്പോൾ തന്നെ നമുക്ക് എന്തോരം വിഷമമായി എന്നറിയോ? നീ ഇപ്പം തിരിച്ചു വന്നപ്പോൾ നമുക്ക് എത്ര സന്തോഷമായി നിനക്കറിയോ? അതുകൊണ്ട് ഇനി ഈ വീട്ടിൽ പ്രശ്നങ്ങളോ വഴക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് ആനന്ദും അതുപോലെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട് മുഖത്ത്. അപ്പോൾ ആര്യം ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങളുടെ ഒന്നും മുഖത്തൊന്നും ടെൻഷൻ മാറുന്നില്ലല്ലോ. എനിക്ക് മനസ്സിലായി എന്താ നിങ്ങളുടെ ടെൻഷനെന്ന്. ഞാനിനി വീണ്ടും അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കുമോ പ്രശ്നം ഉണ്ടാക്കുമോ ഇതൊക്കെയല്ലേ? അങ്ങനെയൊന്നും വിചാരിക്കേണ്ടെന്ന് പറയട്ടോ. ഇതിനിടെ കൂടെ ആര്യം നമ്മുടെ മിത്രയ്ക്ക് നല്ല ഉപദേശം കൊടുക്കുന്നുണ്ട്. ഇവിടെ കൂട്ടുകുടുംബമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നീ ഈ സ്നേഹവലയത്തിൽ പെട്ട് പഠിത്തം കളയരുത്. അതുമാത്രം എനിക്ക് സഹിക്കാനാവില്ല. ഞാൻ കഷ്ടപ്പെട്ടത് അത്രയും നിനക്ക് വേണ്ടിയിട്ടാണ്. അത് നീ ഓർത്ത് വേണം എപ്പോഴും വെക്കാൻ. ഇല്ല ആര്യം, അത് പേടിക്കണ്ട, ഞാൻ പഠിച്ചോളാം എന്ന് പറയട്ടോ. ഈ സമയം തൊട്ടപ്പുറത്ത് ഗോമതിയുടെ അമ്മ ഭാര്യയ്ക്കോ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും തിരിച്ചു വന്ന സന്തോഷത്തിലാണ് അവരിത് പറയണത്. ഇതും കേട്ടിട്ടുണ്ട് നമ്മുടെ രാജശ്രീ അങ്ങോട്ട് വരുന്നുണ്ട്. രാജശ്രീയുടെ ദേഷ്യം അത്രയും അമ്മയടിച്ച് തീർക്കുക. അമ്മേ, നിങ്ങൾ ആരോടാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത് ഇത്ര സന്തോഷത്തോടു കൂടി? പിന്നെ ഗോമതി തിരിച്ചു വരുന്നത് എനിക്ക് സന്തോഷമല്ലേ? ഗോമതി മാത്രമല്ല തിരിച്ചു വന്നിട്ടുള്ളത്, ആ സ്വർണം കട്ടുകൊണ്ട് പോയ കള്ളനും കള്ളിയും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അതെന്താ നിങ്ങൾ പറയാത്തത്? നീ എന്തിനാ രാജശ്രീ അവരെ അങ്ങനെയൊക്കെ പറയണേ? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് നിനക്ക് എന്താ ലാഭം? എനിക്കെന്താ ലാഭമെന്നോ? എൻ്റെ അലോകിൻ്റെ കല്യാണവും മുടക്കി അവളെ ഒരു ജീവിതവും തേടി പോയിരിക്കുന്നു. എന്നിട്ട് എനിക്കെന്താ ലാഭമെന്ന് എങ്ങനെ തോന്നണം അമ്മേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാനിട്ട്? പിന്നല്ലാണ്ട് നീ നോക്കിക്കോ, ഞാൻ ശപിക്കും. ഞാൻ ഈശ്വരനോട് എൻ്റെ മണ്ടയ്ക്കാട് ദേവിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വാഴക്കുല ഞാൻ അവിടെ നേർന്നിട്ടുണ്ട്. ഈ കല്യാണം നടക്കില്ല. എടി നീ അങ്ങനെ പറയരുത്. നീ ഈ മറ്റുള്ളവരെ ദൂഷിക്കണം നേരം കൊണ്ട് നിൻ്റെ മോനൊരു നല്ലൊരു കല്യാണം വന്ന് നടക്കട്ടെ എന്ന് നീ പ്രാർത്ഥിക്കുക. ഇല്ല, എൻ്റെ മോന് കല്യാണം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പുറത്തെ വീട്ടിലെ ആനന്ദിൻ്റെ കല്യാണം ഞാൻ മുടക്കും. അതിനു വേണ്ടി തന്നെയാണ് ഞാനൊരു വാഴക്കുല നേർന്നിരിക്കണം മണ്ടയ്ക്കാട് ഭഗവതിക്ക്. ഇത് നോക്കിക്കോ, മുടങ്ങും എന്ന് പറയാം. അപ്പോൾ ഉടനെ അമ്മ പറയുന്നുണ്ട്, ഓ നിൻ്റെ ഒരു വാഴക്കുല, എൻ്റെ ഒരു വാഴക്കുല കണ്ടിട്ട് വേണ്ടേ ദേവി അവൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടല്ലേ അവിടെ ഇരിക്കണത്? നീ അങ്ങോട്ട് ചെല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കട്ടോ. നിങ്ങളൊക്കെ ഇനി എത്രയൊക്കെ തന്നെ പറഞ്ഞാലും ശരി തന്നെ ഈ കല്യാണം മുടങ്ങും. അതിനുള്ള എല്ലാ വഴികളും ഞങ്ങൾ ചെയ്യും. നോക്കിക്കോ, അച്യുതേട്ടൻ വരട്ടെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് രാജശ്രീ കയറി പോവാട്ടോ. അമ്മ ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അടുക്കളയിൽ ഗോമതി പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മീനാക്ഷി പതിയെ വന്നിട്ട് പറയാം, ഓ ഇതാരാ അടുക്കളയിൽ നിൽക്കണേ? ഞാൻ കരുതി ഏതോ കള്ളം കയറിയെന്ന്. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇന്നലെ വരെ ഇതിനകത്ത് ഞാനും അനുമോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പെട്ടെന്നൊരു അവതാരം വന്നില്ലേ, അതുകൊണ്ടാ. ഒന്ന് പോടി അങ്ങോട്ട്. പിന്നെ ഇന്നലെ വരെ ഇവിടെ എന്തായിരുന്നു പുകിലെന്നറിയോ? എന്ത് പുകില്? കൊള്ളാം, ഇവിടെ അമ്മയുടെ ബാലേട്ടൻ കാണിച്ചു കൂട്ടിയതേ. അപ്പോഴാണ് നമ്മുടെ മിത്ര അങ്ങോട്ട് വരുന്നത്. ഈ സമയം ഇവിടെ മിത്ര കണ്ടുകൊണ്ട് വരുന്നത് വെച്ചാൽ ഗോമതീനെ ഇവിടെ ഇക്കളിയാക്കണമെന്നാണ് കേട്ടോ. ഓരോന്നും കളിയാക്കി പറഞ്ഞിട്ട് മീനാക്ഷി. അപ്പോൾ തന്നെ ഗോമതി പറയാണ്, ദേ മിത്രേ ഇവിടെ എന്നെ കാണിക്കുന്നത് കണ്ടില്ലേ? എന്താ മീനാക്ഷി ചേച്ചി ഇവിടെ? അതല്ല മിത്രേ, ഈ അമ്മ പോയതിനു ശേഷം ഇവിടെ അച്ഛൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് ഞാൻ പറയണത്. ഈ പുലിയൊക്കെ പെറ്റ് കിടക്കില്ലേ, അതിൻ്റെയൊക്കെ അടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റുമോ? കടിച്ച് കീറില്ലേ? അതുപോലെ ആയിരുന്നു ഇവിടെ. ഓ എല്ലാത്തിനും ഏതിനും ഗോമതി. നമ്മളെന്തെങ്കിലും ചെന്നാലോ നമ്മളെ കടിച്ച് കീറാനുള്ള ദേഷ്യം വരും. ഓ പിന്നെ
പിന്നെ ഒന്നും മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞ് ഗോമതി തിരിച്ച് പറയാട്ടോ. ഉടനെ മിത്രയോട് പറയണം, കണ്ടോ മിത്രേ, പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിയത് കണ്ടോ, അവരിപ്പോൾ ഒന്നായി. തന്നെ. അപ്പം മിത്ര പറയുന്നുണ്ട്, അതെ ഗോമതി സ്റ്റോറിന് ബാലനങ്കളിന് ഗോമതി സ്റ്റോറിന് ഉടമയില്ലാതെ പറ്റില്ലല്ലോ. ആഹാ നീയും തുടങ്ങിയോ എന്നെ കളിയാക്കാൻ എന്നും പറഞ്ഞ് രണ്ടുപേരും കളിയാക്കട്ടോ. പിന്നെ ദേ അമ്മയുടെ ബാലേട്ടൻ അവിടെ മുറിയിൽ കാത്തിരിപ്പുണ്ട്, ചെല്ല് കുറേ ദിവസം കഴിഞ്ഞിട്ട് വണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കട്ടോ. അയ്യേ ഒന്ന് പൊടി, ഈ പിള്ളേർക്ക് എന്തിൻ്റെ കേടാ, ഇല്ല ചെല്ലി കാത്തിരിക്കണം എന്നൊക്കെ പറയാം. പിന്നെ ബാലേട്ടൻ എപ്പോഴും ഉറങ്ങിക്കാണും, ഒന്നും ഉറങ്ങിയില്ല, ഞാൻ കണ്ടത് അവിടെ അമ്മയെ കാത്തിരിക്കണമെന്ന് മീനാക്ഷി പറയാം. അങ്ങനെ ഗോമതി തള്ളി മുറിയിലേക്ക് വിട്ടിട്ട് ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കട്ടോ. ബാലനാണെങ്കിൽ ഗോമതി വരാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഗോമതി വന്ന് കയറുമ്പോൾ, നീ ഇങ്ങ് വന്നേ, നീ എന്തിനാ അവിടെ പതുങ്ങി നിൽക്കുന്ന, അകത്ത് കയറി വാ എന്നൊക്കെ വിളിക്കട്ടോ. അങ്ങനെ ഗോമതി അകത്തേക്ക് ചെല്ലണുണ്ട്. ഗോമതി ഉടനെ ബാലൻ പറയുന്നുണ്ട്, കൊള്ളാം, എന്നാലും നിനക്കെന്നെ വിട്ടുപോകാൻ തോന്നിയല്ലോ എന്നും. പിന്നെ അല്ലാണ്ട് നീ എത്രയും വലിയ ചങ്കൂറ്റക്കാരിയെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ട് പണ്ട്. ഈ പാവപ്പെട്ട ആരുമില്ലാത്ത അനാഥനായ ഈ ബാലനെ കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം സ്നേഹിച്ച അച്ഛനെ അമ്മയൊക്കെ വിട്ടിറങ്ങി അന്ന് വന്നില്ലേ നീ, ആ ഗോമതിയെ ഒരുപാട് മാറിപ്പോയി നീ. ഇന്ന് നീ ആർക്കും മുന്നിലും എന്നെ വിട്ടുകൊടുക്കാൻ നീ മക്കൾക്ക് വേണ്ടി എന്നെ വിട്ടിട്ട് നീ പോയില്ലേന്ന് പറയാം. അങ്ങനെ പറയല്ലേ ബാലേട്ട, അവരും നമ്മുടെ മക്കളല്ലേ, ആരിന് വേണ്ടിയിട്ട് എത്ര ഞാൻ താന്നു പറഞ്ഞു. ബാലേട്ടൻ കേൾക്കാത്തത് കൊണ്ടല്ലേ അവസാനം അങ്ങനെ ഒരു ഇത് ചെയ്യേണ്ടി വന്നത്. ബാലേട്ടൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല, ഇട്ടിട്ട് പോവില്ല എന്ന് പറഞ്ഞ് അവരുടെ സങ്കടങ്ങൾ പരസ്പരം പറഞ്ഞ് അങ്ങനെ പങ്കുവച്ചിരിക്കുമ്പോഴാണ് അടുത്തൊരു ഫോൺ കോൾ വരുന്നത് കേട്ടോ. നമ്മുടെ ഉദയഭാനു വിളിക്കുന്നതാണ്. ഉദയഭാനു വിളിക്കുമ്പോൾ തന്നെ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഗോമതി ബാലനോട് പറയാ, ഇതുപോലെ അവർ വിളിച്ചിരുന്നു എന്നും ബാലൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു എന്നും. ബാലനും തിരിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ 2-3 ദിവസമായിട്ട് വിളിക്കുന്നുണ്ട്, നീ എന്ത് ചെയ്യുന്നു, നമ്മൾ തമ്മിൽ പിണക്കത്തിലാണെന്നുള്ള കാര്യം ഇവരെങ്ങനെയോ മണത്തറിഞ്ഞു, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു, ഫോൺ എടുക്കുമെന്ന് പറയാം. അങ്ങനെ ഫോൺ എടുത്തിട്ട് ഉടനെ തന്നെ ബാലനോട് ഉദയഭാനു പറയാ, ബാല ഈ കളി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി പറ്റില്ല, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. എന്താ ഉദയഭാനു സാർ ഉദ്ദേശിച്ചത്? അതല്ല, അവിടെ ഗോമതി ഉണ്ടോ, ഗോമതിയുടെ ഫോൺ കൊടുക്കുക, സ്ത്രീകളിലേക്ക് സംസാരിക്കണമെന്നാണ് പറയണമെന്ന് പറയാട്ടോ. അല്ല, നിങ്ങൾ തമ്മിൽ പിണക്കത്തിലാണെന്ന് ഞങ്ങൾ അറിഞ്ഞു, ഇനി മറച്ചു വെക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നുമില്ല, ഫോൺ ഞാൻ കൊടുക്കാം, അവളത് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയാട്ടോ. അങ്ങനെ ഫോൺ കൊടുക്കുമ്പോൾ ഇവർ രണ്ടുപേരും അക്കടി പറ്റിയിരിക്കുക കേട്ടോ. ഉടനെ സ്ത്രീകളെ ഫോൺ വാങ്ങിച്ചിട്ട് ചോദിക്കാം, ഗോമതി അവിടെ ഉണ്ടായിരുന്നോ? അല്ല, എന്താ ഇത്ര പെട്ടെന്ന് വിളിച്ചത്, ഇന്നലെയും കൂടെ എന്നെ വിളിച്ചതല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പം തന്നെ സ്ത്രീകളെ പറയാം, ഈ ആൾക്കാരുടെ ഓരോരോ കാര്യങ്ങളെ, നിങ്ങൾ തമ്മിൽ പിണക്കത്തിലാണെന്നും പരസ്പരം മാറിയാൽ നിൽക്കണമെന്നൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തായാലും നിശ്ചയം നടക്കാൻ പോണ വീടല്ലേ, ഇങ്ങനെ പിണക്കത്തിലൊക്കെ ആയി നമുക്കല്ലേ നാണക്കേട്, അതുകൊണ്ടാണ്. അങ്ങനെയൊന്നുമില്ല, ഓരോ ആൾക്കാരുടെ പണികൾ ഇല്ലാത്ത നുണകളങ്ങ് പറഞ്ഞ് പരത്തിക്കോളും. ശരി എന്നാൽ വയ്ക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ ഫോൺ വയ്ക്കുക കേട്ടോ. അവരങ്ങനെ ചമ്മി നാറിയിരിക്കണം. ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ എല്ലാവരും കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ ദേവമംഗലത്ത്. അപ്പോൾ ആര്യനോട് വീണ്ടും മറ്റേ ആകാശ് പറയാണ്, എടാ നീ ഇവിടുന്ന് പോയപ്പോൾ ഞങ്ങൾ ആദ്യം കരുതി നീ നല്ല സുഖിച്ച് നല്ല സന്തോഷത്തോടു കൂടി തന്നെ ആയിരിക്കും ജീവിച്ച് പോണേന്ന്, പിന്നീടല്ലേ മനസ്സിലായത് ഒത്തിരി കഷ്ടപ്പെട്ടാൽ നീ ജീവിക്കണേന്ന്. എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിൽ എന്താ. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, സന്തോഷം എത്രയൊക്കെ ആണെങ്കിലും ഒരു ഒറ്റപ്പെടൽ ഇവിടെ വന്നപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് തോന്നണില്ല എന്ന് പറയുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, അതെന്താ ആര്യം അങ്ങനെ പറഞ്ഞത്, അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നീ ഒറ്റപ്പെട്ടു പോയി എന്നാണോ, അപ്പോൾ മിത്ര ഇല്ലായിരുന്നു, പിന്നെന്താ നീ അങ്ങനെ ചിന്തിച്ചത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആര്യമെന്ന് ചോദിക്കുക കേട്ടോ. അങ്ങനെയൊന്നുമില്ല ഏട്ടത്തിന്ന് ആര്യം പറയുമ്പോൾ മിത്രയോട് ചോദിക്കുമ്പോൾ മിത്ര പറയും, ചേച്ചി പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ എല്ലാവർക്കും തോന്നണ്ടേ കൂടെ ഒരാളുണ്ടെന്നും ഒരു പ്രശ്നം വന്നാൽ സഹായിക്കാൻ ആളുണ്ടെന്നും കൂടെയും മനുഷ്യരാണ് ജീവിക്കണേന്ന് അതൊക്കെ അംഗീകരിച്ച് തരണ്ടേ, അങ്ങനെയൊന്നും ആരെയില്ല എന്ന് പറയാട്ടോ. അത് കേട്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കേണ്ടത്. എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.